നമസ്കാരം. കാലുകൾ നഷ്ടപ്പെട്ട നിരവധി പേർക്ക് 2014 മുതൽ കൃത്രിമ കാലുകൾ നൽകി അവരെ പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തി വരുന്ന ശ്രദ്ധേയമായ ഒരു സംഘടനയാണ് ലൈഫ് ആൻഡ് ലിംബ്. ഒരു കൃത്രിമ കാൽ സ്വന്തമാക്കുവാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത വ്യക്തികൾക്ക് ചലനശേഷിയും സ്വാതന്ത്ര്യവും ആത്മാഭിമാനവും തിരികെ നൽകിക്കൊണ്ട് അവരുടെ ജീവിതം പുതുക്കി പണിയുക എന്നതാണ് ലൈഫ് ആൻഡ് ലിംബിന്റെ ദൗത്യം. ചലനശേഷി എന്നത് നടക്കാനുള്ള കഴിവിനേക്കാൾ ഉപരി ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസത്തിൻ്റെയും കുടുംബത്തെ പിന്തുണയ്ക്കാനുള്ള ശേഷിയുടെയും സമൂഹത്തിൽ സ്വന്തം സ്ഥാനം വീണ്ടെടുക്കുന്നതിൻ്റെയും അടിത്തറയായിട്ടാണ് ലൈഫ് ആൻഡ് ലിംബ് വിശ്വസിക്കുന്നത്. മനുഷ്യസ്നേഹവും സാമൂഹിക പ്രതിബദ്ധതയും കൈമുതലായ ഒരു വ്യക്തിയാണ് ലൈഫ് ആൻഡ് ലിംബിന്റെ സ്ഥാപകൻ. അദ്ദേഹത്തോടൊപ്പം കഠിനാധ്വാനികളായ കുറേ മനുഷ്യസ്നേഹികളും ലൈഫ് ആൻഡ് ലിംബിനെ സാമ്പത്തികമായി പിന്തുണയ്ക്കുന്നു. മാനേജിംഗ് ഡയറക്ടേഴ്സ്, മാനേജേഴ്സ്, പ്രോസ്തെറ്റിക് ക്ലിനീഷ്യൻ, സീനിയർ ടെക്നീഷ്യൻ എന്നിവരുടെ ഏകോപിതമായ സേവനത്തിലൂടെയാണ് ലൈഫ് ആൻഡ് ലിംബിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓരോ രോഗിയുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി അനുയോജ്യമായ കൃത്രിമ കാലുകൾ ഒരുക്കുക എന്നതാണ് ഈ ടീം ചെയ്യുന്നത്. ഉയർന്ന ഗുണനിലവാരമുള്ള കൃത്രിമ കാലുകളാണ് ലൈഫ് ആൻഡ് ലിംബ് സൗജന്യമായി നൽകുന്നത്. താങ്കളും ഈ പദ്ധതിയുടെ ഭാഗമാകുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ സംഘടനയുടെ വെബ്സൈറ്റായ www.lifeandlimbs.org വഴി രജിസ്റ്റർ ചെയ്യുന്ന നിരവധി അപേക്ഷകരിൽ നിന്ന് അർഹരായവരെ തിരഞ്ഞെടുത്താണ് ഈ സഹായം എത്തിക്കുന്നത്. അപേക്ഷകൾ പരിഗണിക്കപ്പെടുന്നതിനുള്ള പ്രധാന മാനദണ്ഡങ്ങൾ: അപേക്ഷകർക്ക് കൃത്രിമ കാലുമായി നടക്കുവാൻ ആരോഗ്യമുണ്ടായിരിക്കണം, സ്വന്തമായി കൃത്രിമക്കാൽ വാങ്ങുവാനുള്ള സാമ്പത്തികം ഇല്ലാത്തവരായിരിക്കണം. ഈ 2 കാര്യങ്ങളെ അടിസ്ഥാനമാക്കി ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ള അപേക്ഷകരെ സമഗ്രമായ അന്വേഷണത്തിലൂടെ ലൈഫ് ആൻഡ് ലിംബ് തിരഞ്ഞെടുക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവരെ ലൈഫ് ആൻഡ് ലിംബിൽ നിന്നും വിവരം അറിയിക്കുന്നതാണ്. രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നും അപേക്ഷയുടെ സ്റ്റാറ്റസ് മനസ്സിലാക്കാവുന്നതുമാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലുള്ള അളവുകളും അവരവരുടെ ആവശ്യത്തിനുള്ള മെറ്റീരിയൽസുമാണ് ഉപയോഗിക്കുന്നത്. അത് തീരുമാനിക്കുന്നത് ലൈഫ് ആൻഡ് ലിംബിലെ ക്ലിനീഷ്യന്മാരാണ്. കാല് ഏത് ഭാഗത്തു നിന്നും നഷ്ടപ്പെട്ടു എന്നതനുസരിച്ചായിരിക്കും ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന കൃത്രിമ കാലിൻ്റെ രൂപകൽപ്പനയും നിർമ്മാണവും. തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ: അളവെടുക്കുന്നതിനായി ക്ലിനിക്കിലേക്ക് നിങ്ങളെ വിളിച്ചു വരുത്തുന്നതാണ്. അളവെടുപ്പ് പൂർത്തിയായ ശേഷം ആവശ്യമായ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് ക്ലിനീഷ്യൻ തീരുമാനിക്കുന്നതാണ്. സ്പോൺസറിന്റെ അനുമതി ലഭിച്ച ശേഷം ക്ലിനീഷ്യൻ ആവശ്യമായ പാർട്സ് ഓർഡർ ചെയ്യുന്നതാണ്. രോഗിയുടെ കാലിൻ്റെ മോൾഡ് അല്ലെങ്കിൽ കാസ്റ്റിംഗ് ക്ലിനിക്കിൽ തയ്യാറാക്കുന്നതാണ്. ഓരോരുത്തർക്കും അനുയോജ്യമായ സോക്കറ്റ് ഫിറ്റിംഗ് നടത്തി തുടർച്ചയായ 5 ദിവസത്തെ പരിശീലനം ഷെഡ്യൂൾ ചെയ്ത് നൽകുന്നതാണ്. പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ക്ലിനീഷ്യൻ സർട്ടിഫൈ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൃത്രിമ കാലിൻ്റെ വിതരണം സ്പോൺസർ തീരുമാനിക്കുന്ന ഒരു പ്രത്യേക ചടങ്ങിലൂടെ ആയിരിക്കും. കുറഞ്ഞത് 1 മാസം മുൻപെങ്കിലും നിങ്ങൾക്ക് അറിവ് ലഭിക്കും. ഈ ചടങ്ങിൽ എല്ലാവരും നിർബന്ധമായും പങ്കെടുക്കണം. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. ലൈഫ് ആൻഡ് ലിംബിന്റെ ക്ലിനിക്കിൽ പരിശീലനത്തിനായി എത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സാധാരണയായി 5 മുതൽ 7 ദിവസം വരെയാണ് പരിശീലനം ലഭിക്കേണ്ടത്. ലൈഫ് ആൻഡ് ലിംബിലെ സ്റ്റാഫ് അറിയിക്കുന്നതനുസരിച്ച് അതാത് ദിവസങ്ങളിൽ മുഴുവൻ പരിശീലനവും സ്വീകരിക്കേണ്ടതാണ്. അവിടെ താമസിച്ചുകൊണ്ട് പരിശീലനം ചെയ്യുന്നവർ മതിയായ പരിശീലനം ലഭിക്കുന്നതിന് മുൻപ് മടങ്ങിപ്പോകണമെന്നാവശ്യപ്പെട്ടാൽ കാൽ ലഭിക്കുന്നതല്ല. ആവശ്യമായ പരിശീലനം ലഭിച്ചുവെന്ന് ക്ലിനിക്കിന് ബോധ്യമായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാൽ ലഭിക്കുകയുള്ളൂ. പരിശീലന സമയത്ത് നിങ്ങൾ നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ സ്റ്റാഫിനെ ഉറപ്പായും അറിയിക്കേണ്ടതാണ്. ലൈഫ് ആൻഡ് ലിംബ് ക്ലിനിക്കിൽ പരിശീലനത്തിനായി വരുന്നവരുടെ താമസ സൗകര്യം
താമസിക്കുന്ന മുഴുവൻ ദിവസങ്ങളുടെയും വാടക ക്ലിനിക്കിൽ മുൻകൂറായി നൽകണം. ദിവസം 300 രൂപ എന്ന രീതിയിൽ കണക്കാക്കാവുന്നതാണ്. പേഷ്യൻറ്റിനോടൊപ്പം ഒരാൾക്ക് കൂടെ താമസിക്കാം. അഡീഷണലായി വരുന്ന ഓരോ വ്യക്തിയും ഓരോ ദിവസത്തേക്കും 100 രൂപ കണക്കാക്കി നൽകേണ്ടതാണ്. പരിശീലനം പൂർത്തിയാക്കുന്ന ദിവസം രാത്രി 7 മണിക്ക് മുൻപ് റൂം വെക്കേറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന മുറിയിൽ സിഗരറ്റ്, മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം പാടില്ല. റൂമും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുവാനും മടങ്ങിപ്പോകുന്നതിന് മുൻപ് ആ സ്ഥലം വൃത്തിയാക്കുവാനും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതാണ്. താമസം കഴിഞ്ഞ് താക്കോൽ തിരികെ നൽകുമ്പോൾ വീടിന് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലോ വീട് വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിലോ ലൈഫ് ആൻഡ് ലിംബിൽ നിന്നും കാല് ലഭിക്കുന്നതല്ല. ലൈഫ് ആൻഡ് ലിംബിൽ നിന്നും കൃത്രിമ കാലുകൾ സ്വീകരിച്ചവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ക്ലിനിക്കിൽ നിന്നും സ്വീകരിച്ച കാൽ ഉപയോഗിച്ച് നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങൾ മാത്രമായിരിക്കും അതിൻ്റെ ഉത്തരവാദി. നിങ്ങൾക്ക് ലഭിക്കുന്ന കാലുകൾ വേണ്ട രീതിയിൽ സൂക്ഷിക്കാതെ ഉണ്ടാവുന്ന കേടുപാടുകൾ ലൈഫ് ആൻഡ് ലിംബ് പരിഹരിക്കുന്നതല്ല. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടെടുക്കുന്ന നിങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും ലൈഫ് ആൻഡ് ലിംബിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചാരണാർത്ഥം ഉപയോഗിക്കുന്നതാണ്. ലൈഫ് ആൻഡ് ലിംബ് നൽകുന്ന കൃത്രിമ കാലിൻ്റെ പരിപാലന നിർദ്ദേശങ്ങൾ. കൃത്രിമ കാൽ ദിവസവും വൃത്തിയായി സൂക്ഷിക്കുക. സോക്കറ്റിൻ്റെ ഉൾവശവും ബെൽറ്റുകളും മൃദുവായ തുണി ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കുക. സിലിക്കോൺ ലൈനർ വെള്ളത്തിൽ മുക്കി കഴുകരുത്. ആവശ്യമെങ്കിൽ നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടയ്ക്കുക. ഇത് നേരിട്ട് സൂര്യപ്രകാശത്തിലും അതിയായ ചൂടിലും വയ്ക്കരുത്. കൃത്രിമ കാൽ സ്വയം അഴിച്ചു പണിയുവാനോ മാറ്റങ്ങൾ വരുത്തുവാനോ ശ്രമിക്കരുത്. ക്ലിനീഷ്യൻ നിർദ്ദേശിച്ച രീതിയിൽ മാത്രമേ ഉപയോഗിക്കാവൂ. പരിശീലന സമയത്ത് പഠിപ്പിച്ച വ്യായാമങ്ങളും നടത്ത പരിശീലനങ്ങളും തുടരണം. കൃത്രിമ കാൽ ഉപയോഗിക്കുന്നത് മൂലം ചർമ്മത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ക്ലിനീഷ്യനെ അറിയിക്കുക. കൃത്രിമക്കാൽ ഉപയോഗിക്കുന്ന സമയത്ത് ശുചിയായ സോക്സ് അല്ലെങ്കിൽ ലൈനർ ഉപയോഗിക്കുക. കൃത്രിമക്കാൽ വെള്ളത്തിലോ ചെളിയിലോ അല്ലെങ്കിൽ അതിയായ ഈർപ്പമുള്ള സ്ഥലങ്ങളിലോ ഉപയോഗിക്കാൻ പാടില്ല. ലൈഫ് ആൻഡ് ലിംബ് സംഘടന നൽകുന്ന കൃത്രിമക്കാൽ രോഗിയുടെ വ്യക്തിഗത ആവശ്യങ്ങൾ പരിഗണിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ മറ്റാരും ഇത് ഉപയോഗിക്കരുത്.